നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന CPIM നേതൃത്വത്തിന് ആത്മബലം നൽകുന്നതായി ഇന്നത്തെ ED റെയ്ഡിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ. പിണറായി വിജയനെ ഒറ്റ തിരഞ്ഞാക്രമിക്കാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യത്തോടെ അണികൾ തെരുവിലേക്കിറങ്ങി. സമരമുഖത്ത് വളരെ വേഗം അണികളെ സജീവമാക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞു. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ പാർട്ടി കമ്മിറ്റികളിൽ ഉയരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനും ശ്രദ്ധ തിരിച്ചുവിടാനും CPIMന് ഇന്നത്തെ സംഭവവികാസങ്ങൾ സഹായകമാകും. പത്തു വർഷം ഭരണത്തിലിരുന്നതിന്റെ അലസതയും തിരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയത്തിന്റെ ആഘാതവും ഒരുമിച്ച് വിട്ടുമാറുന്നതായി ഇന്നത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും. സ്ഥാനാർത്ഥി നിർണയം മുതൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ പെരുമാറ്റം വരെ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തോൽവി ചർച്ചകളിൽ ചോദ്യശരങ്ങളായി നേതൃത്വത്തിനെതിരെ ഉയരുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയന്റെ വീട്ടിൽ ഇന്ന് ED പരിശോധന നടന്നത്. ഇതോടെ പല കാരണങ്ങളാൽ നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന അണികൾ നനഞ്ഞ തൂവലൊന്നാകുന്നതുപോലെ തെരുവിൽ ഒരുമിച്ചു. പിണറായി വിജയനെ ഇരയായി EDയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കില്ലെന്ന് മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പലയിടത്തും സമരം കൈവിട്ടു. ശേഷം മാധ്യമങ്ങളെ കണ്ട് പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ റെയ്ഡ് രാഹുൽ ഗാന്ധിയെ പോലെ ചിലർക്ക് ആത്മസംതൃപ്തി നൽകുന്നതാകാം. ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. സംഘപരിവാർ മാത്രമല്ല, കേരളം ഭരിക്കുന്ന കോൺഗ്രസ് കൂടി പുറകിലുണ്ടെന്ന വ്യാഖ്യാനത്തിലേക്ക് CPIM എത്തുന്നു. എന്തുകൊണ്ട് ED പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് സമയത്തെ ചോദ്യവും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതും കൂട്ടിവായിച്ച് CPIM നേതൃത്വം ഇരു കൂട്ടരെയും ഒരുപോലെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. I want to understand why the CBI and the ED take action against opposition politicians but do not take action against the Chief Minister of Kerala. തിരഞ്ഞെടുപ്പ് സമയത്ത് BJP ഡീൽ ആരോപണത്തിൽ കുഴഞ്ഞുപോയ CPIMന് കേന്ദ്ര സർക്കാരിനും സംഘപരിവാറിനുമെതിരെ തങ്ങളിപ്പോഴും പോരാടുകയാണെന്ന് സ്ഥാപിക്കാൻ കിട്ടിയ അവസരമായി ഇന്നത്തെ റെയ്ഡ്. ഇതിലൂടെ നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വിശ്വാസം നേടിയെടുക്കാമെന്ന് CPIM കണക്കുകൂട്ടുന്നുമുണ്ടാകാം. പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനോ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന ആവശ്യം അണികൾ ഇനി ഉയർത്താൻ സാധ്യതയില്ല. തെരുവുകളിൽ നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് നേതൃത്വം അത് വായിച്ചെടുക്കുന്നു. സമരസംഘടന എന്നുള്ള നിലയിൽ CPIMും പോഷക സംഘടനകളും തെരുവിൽ ശക്തി കാണിക്കുമ്പോൾ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം. വിപിൻ C വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.